എന്നാലും എന്നെ വിട്ട് പോയല്ലോ അച്ഛാ. എപ്പോഴാ സംസ്കൃതം? നേതാവ് സംസ്കാരം എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഞാൻ മറ്റു നേതാക്കന്മാരെ പോലെ ഒന്നല്ല, അറിവും വിദ്യാഭ്യാസവും ഒക്കെ നല്ല കൂടുതലാ. അതുകൊണ്ട് ഇംഗ്ലീഷേ നന്നായിട്ട് അറിയുള്ളൂ. അത് വൈകുന്നേരം. എന്താ അത്ര വൈകാൻ? ഇന്ത്യക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ? ഇവന്റെ വകയിലൊരു ചേട്ടനുണ്ട്. പുള്ളി എവിടെ? കോയമ്പത്തൂർ AC മെക്കാനിക്ക. എന്നാ നമുക്ക് പോയാലോ? നേതാവ് മണ്ടത്തരം കാണിക്കല്ലേ. ഇതേപോലെ ഒരു മരണ വീട്ടിൽ വന്ന് ഓളിഞ്ഞോളായി നിന്ന് ഇവിടുത്തെ 10-30 വോട്ട് നമുക്ക് കിട്ടും. ഇലക്ഷൻ 2-3 ദിവസം കൂടെ ഉള്ളൂ. ഇല്ല ചേട്ടാ, ബോഡി തേപ്പിക്കാൻ ഇലക്ട്രിക് ശ്മശാനമാണോ നല്ലത്, ചെതയിൽ വെച്ച് കത്തിക്കണാണോ നല്ലതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ മോനെ, നിനക്ക് എന്താണ് ഒരു ടെൻഷൻ പോലെ? ദഹിപ്പിക്കാൻ എന്താ നല്ലത്? പൈനാപ്പിൾ ലൈം? അതല്ല, ഈ ബോഡി ദഹിപ്പിക്കാൻ ഇലക്ട്രിക് ശ്മശാനമാണോ ചെതയിൽ വെച്ച് കത്തിക്കുന്നതാണോ നല്ലത്? അത് എന്റെ പൊന്നു മോനെ, നീ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെന്തിനാ ഞാൻ നേതാവ് എന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുന്നത്? വലിയ ഉപകാരമായി. ഇവന്റെ അച്ഛൻ നിങ്ങളെ കുറെ എടുത്ത് നടന്ന് തഴമ്പിച്ചതെന്നൊക്കെ പറ, കഥ ഇറക്ക്. ഓക്കെ, നിന്റെ അച്ഛന്റെ ഇടുപ്പിന്റെ താഴെ ഒരു സാധനം പൊങ്ങി നിൽക്കുന്നുണ്ട്. എന്ത്? അതല്ല, തഴമ്പ്. അത് എന്നെ എടുത്തുണ്ടായത്. അപ്പൊ അങ്ങേർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ചേട്ടനോട് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. അയ്യോ മോനെ, നന്ദി ഇങ്ങനെയൊന്നും കാണിക്കണ്ട. 2-3 ദിവസം കഴിഞ്ഞ ഇലക്ഷനാണ്. അപ്പൊ ഈ വീട്ടിൽ നിന്നുള്ള 7 വോട്ടും കുടുംബക്കാരുടെ എല്ലാവരുടെ വോട്ടും നേതാവിന് ചെയ്താൽ മതി. നേതാവിന്റെ ചിഹ്നം കൂമ്പ്, വാഴക്കൂപ്പ്. അപ്പൊ അതിനു വേണ്ടി എടാ, നീ പൊട്ടനാണോ? ഇങ്ങനെയാണോ പറയാ? അവന്റെ അച്ഛൻ മരിച്ചില്ല, പിന്നെ ഇങ്ങനെ വോട്ട് ചെയ്യണം. ഞാൻ സംസാരിച്ചോടാ. എന്നാ സംസാരിക്കും മോനെ, ഇപ്പൊ അച്ഛൻ മരിച്ചത് അധികം ആരോടും പറയണ്ട. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് അടക്കം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? അതെന്തിനാ? ഒരു കള്ള വോട്ട് ചെയ്യേ. എന്തിനാ ഒരു വോട്ട് വെറുതെ കത്തിച്ച് കളയുന്നേ? കറക്റ്റ് കൂമ്പിനിട്ട് കുത്തിയാ മതി. പറഞ്ഞതൊരു അക്ഷരം തെറ്റിയില്ല. 30 പേരും കൂമ്പിനിട്ട് തന്നെ കുത്തി.